നാടിനെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ഷെമിയുടെ വായിൽ നിന്നും എല്ലാം വീണിരിക്കുകയാണ്. ഷെമി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇന്നലെ രാവിലെ ശ്രീകണ്ഠൻ നായർ സാറ് അവിടെ വരികയും വന്നിട്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുകയും ഷെമിയെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിക്കാൻ നോക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ആ സ്ത്രീ പറഞ്ഞില്ല, ഒരു കാര്യം പോലും പറഞ്ഞില്ല അഫാനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പോലും പറയുന്നത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണു, മോനല്ലേ ഇങ്ങനെ ചെയ്തത്, ഇല്ല മോനൊരിക്കലും ചെയ്യൂല. അതുപോലെ കിളിമാനൂർ പോലീസ് വന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നത്, മുമ്പ് തെളിവെടുപ്പ് നടത്തിയപ്പോഴത്തേക്കും ഉമ്മാരടുത്ത് വന്ന് ചോദിച്ചു, അപ്പോൾ പറഞ്ഞതും കട്ടിലിൽ നിന്ന് വീണതാണ്, എൻ്റെ അഫാൻ അങ്ങനെയൊന്നും ചെയ്യൂല. റഹീമിൻ്റെ അടുത്ത് പറഞ്ഞതും അങ്ങനെയാണ്, ഒരു പാറ്റയെ പോലും നോവിക്കാത്ത മകനാണ് എൻ്റെ മകൻ, അങ്ങനെ ചെയ്യൂല. അപ്പോൾ ഇന്നലെ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞു, പിന്നെ ഷെമിക്ക് വീട് വെച്ച് തരും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. വീടില്ലാത്ത എത്രയോ പാവങ്ങൾ കിടക്കണം, എത്രയോ എണ്ണം പട്ടിണിയായിട്ട് കിടക്കണം, അവർക്കൊക്കെ കൊടുക്കണത് നല്ലത് തന്നെ, കൊടുക്കട്ടെ. ഇവർക്ക് വീടുണ്ട് ഓൾറെഡി, ഒരു വീട്, പിന്നെ അവിടെ കയറി താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നെ വാപ്പന്മാരെ കൊന്നല്ലോ ആ ഭാഗത്ത്, അവിടെയും ഇവർക്ക് കൊടുത്തെന്നാണ് പറയണത്. അതിലാണ് ഇപ്പോൾ റഹീം താമസിക്കുന്നത്. അപ്പം ആ വീടും ഉണ്ട്, പിന്നെ വേറൊരു വീടിൻ്റെ ആവശ്യമില്ല, എന്നാൽ തന്നെയും കൊടുക്കട്ടെ, നല്ല കാര്യം തന്നെ. ശ്രീകണ്ഠ സാർ ചോദിക്കുകയാണ്, പിന്നെ ഇനി പോലീസ് വരുമ്പോൾ പറയോ? അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ് വീട് വെച്ച് കൊടുക്കും, വീട് വെച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഷെമിക്ക്. ഇനി പിന്നെ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാം പറയുമെന്ന് ചോദിച്ചു. അപ്പോഴും പറയണ്, എൻ്റെ മോനെ സാറേ, എൻ്റെ മോനെ ഇനി കൊണ്ടുവരണേ, എനിക്ക് എൻ്റെ മോനേ ഉള്ളൂ, എൻ്റെ ഇളയ മോനൊക്കെ നഷ്ടപ്പെട്ട്. അതുപോലെയല്ലേ ഈ ബാക്കി ബന്ധുക്കാർ, ഇളയ മോൻ മാത്രമേ ഉള്ള ബാക്കി ബന്ധുക്കാർ, അവരൊക്കെ നിരപരാധികളല്ലേ ഇരുന്ന, ഇവരൊക്കെ പൈസ കൊടുത്ത് എന്നുള്ളൊരു തെറ്റല്ലേ ചെയ്തോളൂ ഇവർക്ക്. അപ്പം അവരെ എല്ലാവരെയും തല്ലിക്കൊന്നില്ലേ വൈ. അപ്പോൾ ഈ ഉമ്മ എല്ലാത്തിനും കൂട്ടുനിന്നു, ഉമ്മ എല്ലാത്തിനും പൈസ പോയി വാങ്ങിക്കാനും കൂട്ടുനിന്നു. ആ വലിയാപ്പാര കയ്യിൽ നിന്ന് തന്നെ അന്ന് രാവിലെ മൈമോനും കൂടെ എങ്ങാണ്ട് 50,000 രൂപ പോയി ചോദിച്ച്, അപ്പോൾ അവർ കൈമലർത്തി കാണിച്ചു. ചെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിലല്ലേ കൊടുക്കൂ. കൈമലർത്തി കാണിച്ചതിൻ്റെ വാശിയാണ് ഇവൻ ചെയ്തത്, അവരെ അടിച്ചത്. പിന്നെ അങ്ങനെ പോലീസ് സാറ് SK സാറ് പറയുന്നുണ്ട്, പോലീസിൻ്റെ അടുത്ത് ഇനിയെല്ലാം തുറന്ന് പറയണമെന്ന് പറഞ്ഞു. വീട് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. തുറന്ന് പറയണമെന്ന് പറയാമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകിട്ട് പോലീസ്, വെഞ്ഞാറമൂട് പോലീസ് ഷെമിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പോയി. ചെന്നവിടെ കെയർ ഹോമിലാണ് ഷെമി കിടക്കണത്. അവിടെ സിസ്റ്റർമാരും കൊണ്ട് നല്ല പരിചരണവും നല്ല ശുശ്രൂഷയോടുകൂടി കിടക്കണതാണ്. പിന്നെ ബന്ധുക്കാരും അടുപ്പിക്കൂലല്ലേ, എല്ലെണ്ണത്തിനെയും തല്ലി മോൻ കൊന്നിട്ട് മോൻ്റെ സൈഡ് പറയണ ഉമ്മായെ അങ്ങനെ ആരെങ്കിലും അടുപ്പിക്കുമോ? ആരും അടുപ്പിക്കൂല അവരെ, ഇനി എല്ലാവർക്കും പേടിയാണ് അവരെ. അങ്ങനെ പോലീസ് വന്ന് ചോദിക്കുന്നു, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോഴും പറഞ്ഞ് മോനല്ലേ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇനി ഫോട്ടോ കാണിച്ചു കൊടുത്താൽ എന്തോ എല്ലാവരും മരിച്ചു കിടക്കണം, അതറിയാൻ പറ്റുന്നില്ല. അപ്പോഴേ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അഫാനാണിത് ചെയ്തത്. അപ്പം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് മാറ്റം വന്നായിരിക്കും, അല്ലാതെ പിന്നെ എന്തേലും. അതുവരെ 2-3 സ്റ്റേഷനിൽ പോലീസ് ചെന്ന് ചോദിച്ചിട്ട് പോലും ഇവർ ഡോക്ടർ ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പം ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് ശ്രീകണ്ഠൻ നായർ സാറ് ചെന്നതിന് ശേഷം വൈകിട്ട് ചെന്ന് ചോദിച്ചതും ഇതുപോലെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അഫാനാണ് ചെയ്തതെന്നും, അഫാൻ ബാക്കിൽ വന്ന് നിന്നും കൊണ്ട് തോർത്ത് കഴുത്തിന് ചുറ്റിയതിന് ശേഷം ഷോള് ചുറ്റിയതിന് ശേഷം ഭിത്തിയിലോട്ട് തല അടിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണേ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഇവർ മരിച്ചില്ല. അങ്ങനെ ബോധം ഒന്ന് ചെറുതായ രീതിക്കൊന്ന് പോയെങ്കിലും മോൻ വന്ന് പിന്നെ എന്നിട്ട് കതവും പൂട്ടി വാപ്പമ്മയെ കൊല്ലാൻ പോയി. പിന്നെ വന്ന് നോക്കിയപ്പോൾ, കതവ് തുറന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ജീവനുണ്ട്. വാപ്പമ്മയെ കൊന്നത് ചിറ്റിയെല്ലിനാണ്. അപ്പോൾ ആ ചിറ്റിയെല്ല് അവൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. ആ ചിറ്റിയെല്ലുകൊണ്ട് ഉമ്മായ തലയ്ക്ക് അടിച്ചിട്ടും ഇവർ മരിച്ചില്ല. പോരെങ്കിൽ ഇവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, ഇവർ മരിച്ചില്ല. അപ്പോൾ ഈ ഉമ്മായും മോനും കൂടെ ഇത്രയും ഇത് കാട്ടിക്കൂട്ടി, സത്യം പറഞ്ഞാൽ നിരപരാധികളായ ആളുകൾ എല്ലാം എല്ലാം പോയി. ആ ഒരു അന്യ പെൺകുട്ടി അതെന്തുമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആ അവളെ സ്വർണം വരെ എടുത്ത് വീട്ടുകാരറിയാതെ ഇവന് പണയം വയ്ക്കാൻ കൊടുക്കുകയും സ്നേഹത്തിൻ്റെ പുറത്ത്
കൊടുക്കുകയും അത് തിരിച്ചെടുക്കാൻ ചോദിച്ചതിൻ്റെ വൈരാഗ്യമാണ് ഇവളെ കൊന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അവൾ തിരിച്ചു ചോദിച്ചു. അതുപോലെ ഈ മൂത്താപ്പാരടുത്ത് മുമ്പൊക്കെ പൈസ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞ് ഇനി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നീ ചോദിക്കുമ്പോൾ എടുത്ത് തരാം എന്ന് പറഞ്ഞ് 50,000 അന്ന് ചോദിക്കുന്നു. കൊടുക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മൂത്താപ്പായെയും മൂത്തുമ്മായെയും കൊന്നു. പിന്നെ കിളവി ചെന്ന് കിളവിയുടെ അടുത്ത് കൂടെ പാപ്പമ്മ എന്ന് പറയുന്ന അവരുടെ അടുത്ത് കൂടെ ചെന്ന് ചോദിക്കും. അവരൊരു പാവ സ്ത്രീയാണ്, എത്രയോ മക്കളെ പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കി 95 വയസ്സായി പെണ്ണിനെ സ്നേഹിച്ച പെണ്ണിനെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി, ഉമ്മ വീട്ടിൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, വാ ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഈ കൊച്ച് അതിനെ വിശ്വസിച്ച് അത് പിന്നാലെ വന്നിട്ട് അതിനെയും കസേരയിലിരുത്തി അതിനെയും ചുറ്റിയെല്ലിനടിച്ച്. പിന്നെ അനിയൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു കുട്ടിയാണ്. പിന്നെ സ്വന്തം ഒരു വാപ്പാക്ക് തുല്യമാണ് ഇവൻ നോക്കിയതെന്ന് പറയുന്നു. ഇവൻ അങ്ങനെ ക്രൂരമായിട്ട് കൊല്ലും ഇങ്ങനെയുണ്ടെങ്കിൽ അപ്പം ഇവന് സ്വന്തമായിട്ട് ജീവിക്കണം. ഈ 2 നില വീട്ടിൽ അവൻ സ്വസ്ഥതായിട്ട് കഴിയണം, ഉമ്മാക്കും മോനും. അപ്പം അതുകൊണ്ടായിരിക്കും ഉമ്മായെ കൊല്ലാതെ വെറുതെ വിട്ടത്. ഇപ്പം ഉമ്മ എല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്, എവരാണ് പോയി മേടിക്കണമെന്നും എല്ലാം പറയുന്നുണ്ട്. ഇനിയും ഇതിൽ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്, ഇതിന് പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഉമ്മ പറയുമായിരിക്കും. എന്തായാലും ഉമ്മ ഈ മോന് കൂട്ടുനിന്നു. കുട്ടിയിലെ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ കൂട്ടുനിന്നു. എന്തായാലും ശ്രീകണ്ഠൻ സാറ് വീട് കൊടുക്കട്ടെ. വീട് കൊടുത്ത് സന്തോഷമായിട്ട് മോനെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് മോനും കൂടെ സുഖമായിട്ട് വാഴിക്കാനുള്ള പ്ലാനായിരിക്കും. പിന്നെ ഇനി ആ വീട്, കൊല നടന്ന വീട് ഇനി ആരും എടുക്കവിട്ട് ചെയ്യൂല, പാടാണ്. ഇനി പതുക്കെയൊക്കെ വിറ്റ് പോവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഉമ്മ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം. പിന്നെ യവനെ വെളിയിൽ ഇറക്കരുത്. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ളത് വീണ്ടും എല്ലാവരെയും യവൻ അങ്ങനത്തെ മൈൻഡാണ്, ക്രിമിനൽ മൈൻഡാണ്. വെളിയിൽ ഇവൻ നല്ല മാന്യനാണെങ്കിലും ഇവന് വേറെ ഒരു മുഖം ഉണ്ട്. ഇവൻ കഞ്ചാവല്ലെന്ന് പറയണു, മദ്യപിക്കുമെന്ന് പറയണു. എന്നാലും വെളിയിൽ നിന്നാണ് ഫുഡ്, ആർഭാട ജീവിതം, ദിവസം 8 മണിക്ക് ശേഷം ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഉമ്മാക്ക് അറിയാൻ കഴിയും. പക്ഷെ ഉമ്മ എല്ലാം പറയുമായിരിക്കും. പറഞ്ഞാൽ ഉമ്മാക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഉമ്മായ ഇറങ്ങിയ ഉടനെ തന്നെ ഉമ്മായി തട്ട്. എന്ത് തന്നെ ആയാലും ഉമ്മ മൊഴി കൊടുത്തത് നല്ലതായിപ്പോയി. പോലീസിന് മൊഴി കൊടുത്ത്, ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒന്നും ആവാതെ ഒരു 6-7 വർഷം ആകുമ്പോൾ ഇവ സുഖമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് എല്ലാ എണ്ണത്തിനെയും തട്ടിയനെ. എന്തായാലും ഉമ്മ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണം, മോനെക്കുറിച്ച് പറയണം, വിശദമായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കണം. മോൻ എന്തൊക്കെയാണ്, എങ്ങോട്ടാണ് മോൻ്റെ പോക്കുകളെന്നും, പണം എത്ര രൂപ മേടിച്ചു. ഇപ്പോൾ ബാങ്കുകാർക്കായി കുറ്റം. അതിന് ബാങ്കുകാർ ഈ സാധാരണ ലോൺ വെച്ചിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് പലിശ കൊണ്ട് അടച്ചിട്ട് പിന്നെ കുറേ നാൾ അടയ്ക്കാതിരിക്കുമ്പം അതിൻ്റെ ഇരട്ടി പലിശ ആവുകയും അങ്ങനെ ബാങ്കുകാർ വിളിക്കും. അത് സ്വാഭാവികം. അവരെയൊക്കെ മണ്ടയിൽ എന്തിന് കയറണം? അതുപോലെ പൈസ കടം കൊടുത്തവർ അവരെയൊക്കെ മണ്ടയിൽ ചെന്ന് എന്തിന് കയറണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പലിശയ്ക്കായിരുന്നാലും അന്നേരം എടുത്ത് കൊടുത്തല്ലോ, അന്നേരം കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നല്ലോ. പിന്നെ അവരെയും തട്ടണമായിരുന്നെന്നാണ്. ഞാൻ അമ്മായെയും മോളെയും തട്ടണം. യവനെ ആദ്യം തട്ടണം, യവനെ ആദ്യം തല്ലിക്കൊല്ലണം. അതാണ് ചെയ്യാനുള്ളത്. അവൻ സുഖമായിട്ട് വാഴാനായിട്ട് വരട്ടെ. ഇങ്ങനെയുള്ളവന്മാർക്ക് തൂക്ക് കയറി എന്നെ കൊടുക്കണം. ഷെമിയായിരുന്നാലും റഹീമായിരുന്നാലും എന്തിനു വിഷമിക്കണം? ഒരു പൊന്നോമന മോൻ പോയി. അതുപോലെ പിന്നെ സ്നേഹിച്ച ഒരു പെണ്ണിനെ തല്ലിക്കൊന്നു. അതിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും നഷ്ടമായി. അതുപോലെ വാപ്പുമ്മ എന്ന് പറയുന്ന 95 വയസ്സായ കിളവിയ. അതുപോലെ ഇവൻ്റെ റഹീമിൻ്റെ ചേട്ടന. അവരൊക്കെ നിരപരാധികളായിരുന്നു. ഇവന് പൈസ കൊടുത്തെന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത്. വലിയമ്മായെയും കൊന്നു. കഷ്ടം. ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം, ഇവനെ ഇറക്കി വിടുകയേ ചെയ്യരുത്. ഇതാണ് ചെയ്യാനുള്ളത്. കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇനി.